നാവിക ഉടമ്പടി. എൻ്റെ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത് വന്ന ജൂലൈ മാസം രസകരമായ 3 കേസുകൾ കൊണ്ട് സ്മരണീയമാക്കപ്പെട്ടതാണ്. ഈ കേസുകളിലെല്ലാം ഷെർലക് ഹോംസിനോടൊത്ത് പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ കേസന്വേഷണ രീതികളെക്കുറിച്ച് പഠിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. മറ്റൊരു കളങ്കം നാവിക ഉടമ്പടി, ക്ഷീണിതനായ കപ്പിത്താൻ എന്നീ പേരുകളിൽ ഞാൻ അവ കുറിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ഈ നാട്ടിലെ ഏറ്റവും പ്രബലങ്ങളായ 2 കുടുംബങ്ങളെ സാരമായി സ്പർശിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇനിയും വളരെ കാലത്തേക്ക് അത് പരസ്യമാക്കിക്കൂടാ. ഹോംസിൻ്റെ നിരീക്ഷണ പാടവം ഇത്രയേറെ പ്രകടമായ മറ്റൊരു കേസില്ല. കാതലായ പ്രശ്നത്തെ കണ്ടുപിടിക്കാനാവാതെ കുഴങ്ങിയ പ്രസിദ്ധരായ ഫ്രഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫ്രിറ്റ്സ് വോൺ വോൾട്ട്ബാം, മോസ്യെ ദുബുക് എന്നിവരുമായി കേസിൻ്റെ ഉള്ളറയിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അദ്ദേഹം നടത്തിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം ഇപ്പോഴും എൻ്റെ പക്കലുണ്ട്. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഉദയത്തോടെ മാത്രമേ ഈ സംഭവം പുറത്തു പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ള 2ാമത്തെ കഥയിലേക്ക് കടക്കാം. അനന്യസാധാരണമായ പ്രത്യേകതകളുള്ള ഈ പ്രശ്നം അക്കാലത്ത് ദേശീയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പേഴ്സി ഫെൽപ്സ് എന്ന ഒരു വിദ്യാർത്ഥിയുമായി ഞാൻ സുദൃഢമായ മൈത്രിയിലായിരുന്നു. എൻ്റെ സമപ്രായക്കാരനായിരുന്നെങ്കിലും അയാൾ എന്നേക്കാൾ 2 ക്ലാസ് മുകളിലാണ് പഠിച്ചിരുന്നത്. അതിസമർത്ഥനായ ആ കുട്ടി സ്കൂളിലെ സമ്മാനങ്ങളൊക്കെ തട്ടിയെടുത്തിരുന്നു. പിന്നീട് സ്കോളർഷിപ്പോട് കൂടി കേംബ്രിഡ്ജിൽ ഉപരിപഠനത്തിന് പോയി. അയാൾക്ക് നല്ല ബന്ധുബലമുണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ അയാളുടെ അമ്മാവൻ യാഥാസ്ഥിതിക കക്ഷിയിലെ പ്രമുഖ നേതാവായ ഹോൾഡേഴ്സ് പ്രഭു ആണെന്ന് അറിഞ്ഞിരുന്നു. വർണ്ണശബളമായ കുലമഹിമയൊന്നും സ്കൂളിൽ ആ കുട്ടിയെ സഹായിച്ചിരുന്നില്ല. നേരെ മറിച്ച് അയാളെ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ വിരട്ടി ഓടിക്കുന്നതിലും ക്രിക്കറ്റ് ബാറ്റുകൾ കൊണ്ട് കാൽമുട്ടിൽ തല്ലുന്നതിലും ഞങ്ങൾ കൂടുതൽ ഉത്സാഹം കാണിച്ചിരുന്നു. എങ്കിലും സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അയാൾ ശ്രദ്ധിക്കപ്പെട്ടു. വിദേശകാര്യ വകുപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി തീർന്നെന്ന് ഞാൻ അറിഞ്ഞു. പിന്നീട് എൻ്റെ മനസ്സിൽ നിന്നും ആ സ്മരണ മാഞ്ഞുപോയി. ഇന്ന് രാവിലെ ഈ കത്ത് കിട്ടിയപ്പോഴാണ് വീണ്ടും ഞാൻ അയാളെക്കുറിച്ച് ഓർത്തത്. ബ്രയാൻ ബ്രേ വോക്കിംഗ്. എൻ്റെ പ്രിയപ്പെട്ട വാട്സൺ, നിങ്ങൾ 3ാം ഫോറത്തിൽ പഠിച്ചിരുന്നപ്പോൾ 5ലെ വിദ്യാർത്ഥിയായിരുന്ന വാൽമാക്രി ഫെൽപ്സിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ അമ്മാവൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വിദേശകാര്യ വകുപ്പിൽ നല്ല ഒരു ഉദ്യോഗം നേടിയെടുത്ത കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കും. ഉത്തരവാദിത്തമുള്ള ആ ഉന്നത പദവിയിലിരിക്കെ അശനിപാതം പോലെ ഒരു ഘോര വിപത്ത് സംഭവിച്ചിരിക്കുന്നു. ആ ഭയങ്കര സംഭവത്തിൻ്റെ വിശദവിവരം എഴുതുന്നതുകൊണ്ട് പ്രയോജനമില്ല. എൻ്റെ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം അതെല്ലാം ഞാൻ നേരിട്ട് പറയാമല്ലോ. 9 ആഴ്ചക്കാലം മസ്തിഷ്ക ജ്വരം പിടിപെട്ട് കിടന്ന ഞാൻ രോഗശൈലിയിൽ നിന്ന് എണീറ്റതേയുള്ളൂ. ഇപ്പോഴും ആരോഗ്യം വീണ്ടും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസിനെ എൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ കേസിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിവതും വേഗം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരൂ. ഭീതിദയമായ ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത്. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറായി തോന്നുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരായാത്തതിന് കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. പ്രത്യുത ആ ആഘാതമേറ്റ നിമിഷം മുതൽ ഞാൻ സ്വബോധമില്ലാത്തവനായി തീർന്നു എന്നതാണ്. ഇക്കാര്യം അദ്ദേഹത്തോട് പ്രത്യേകം പറയണം. ഇപ്പോഴെൻ്റെ ചിന്താശക്തി വീണ്ടും കിട്ടിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ ആലോചിക്കാനുള്ള ധൈര്യമില്ല. എഴുതാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഈ കത്ത് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുകയാണ്. ദയവായി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരൂ. നിങ്ങളുടെ പഴയ സഹപാഠി പേഴ്സി ഫെൽപ്സ്. ഈ കത്ത് വായിച്ചപ്പോൾ എന്നെ പ്രത്യേകം സ്പർശിച്ചത് ഹോംസിനെ കൊണ്ടുചെല്ലണമെന്ന് ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയാണ്. തീരെ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും നിറവേറ്റാൻ ഞാൻ യത്നിക്കുമായിരുന്നു. ഹോംസ് തൻ്റെ തൊഴിൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തൻ്റെ കക്ഷി ആവശ്യപ്പെടുന്ന സഹായം നൽകാൻ എപ്പോഴും സന്മനസ്സുള്ളവനായിരുന്നു എന്നും എനിക്കറിയാം. ഈ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഒട്ടും കാലതാമസം പാടില്ല എന്ന കാര്യത്തിൽ എൻ്റെ ഭാര്യയും എന്നോട് യോജിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞു 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ബേക്കൽ സ്ട്രീറ്റിലെ പഴയ താവളത്തിലെത്തി. ഒരു ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് മേശയ്ക്ക് മുന്നിൽ ഏതോ രാസപരീക്ഷണത്തിൽ വ്യാപൃതനായിരുന്നു ഹോംസ്. കണ്ണാടി പാത്രത്തിലെ ദ്രാവകം നീലജ്വാലയിൽ തിളച്ചുകൊണ്ടിരുന്നു. അത് ബാഷ്പീകൃതമായി ഘനീഭവിച്ച് തുള്ളിത്തുള്ളിയായി മറ്റൊരു പാത്രത്തിൽ വീണു. ഞാൻ കടന്നു ചെന്നിട്ടും ഹോംസ് തലയുയർത്തി നോക്കിയില്ല.
ഗൗരവമേറിയ ഏതോ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ചാരുകസേരയിൽ കാത്തിരുന്നു. പിപ്പറ്റുകൊണ്ട് പല ദ്രാവകങ്ങളുടെയും 2-3 തുള്ളി വീതമെടുത്ത് അദ്ദേഹം ഒരു ടെസ്റ്റ് ട്യൂബിലാക്കി. ഇടത് കൈയിൽ ഒരു ലിറ്റ്മസ് പേപ്പറും ഉണ്ടായിരുന്നു. വാട്സൺ, നിങ്ങൾ വന്നത് ഒരു ദശാസന്ധിയിലാണ്. ഈ പേപ്പറിൻ്റെ നിറം നീലയായി തന്നെ ഇരുന്നാൽ എല്ലാം ശരി. ചുവപ്പായി മാറിയാൽ ഒരാളുടെ ജീവനെ തന്നെ ബാധിച്ചേക്കും. അദ്ദേഹം പേപ്പർ ദ്രാവകത്തിൽ മുക്കി. ഉടനെ അത് ഒരു മങ്ങിയ വൃത്തികെട്ട ചുവപ്പായി തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ഞാനിതാ വരുന്നു. വാട്സൺ, പുകയില എൻ്റെ പേഴ്സ്യൻ ചെരുപ്പിനകത്തുണ്ട്. കുറേയധികം ടെലഗ്രാമുകൾ എഴുതി ഭൃത്യനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അടുത്തു വന്നു. മുൻപിലുള്ള കസേരയിൽ കാലുകൾ മുകളിൽ കയറ്റി വച്ച് ഇരുന്നു. ഒരു സാധാരണ കൊലപാതകൻ തന്നെ, ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ കുറെ കൂടി മെച്ചമായ വല്ലതും കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ കുറ്റാന്വേഷണത്തിൻ്റെ സന്ദേശവാഹകനാണല്ലോ. അതെന്താണ്? ഞാൻ കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് മടക്കി തന്നുകൊണ്ട് പറഞ്ഞു, ഇതിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഒന്നും പറയുന്നില്ല. എങ്കിലും കത്ത് രസകരമാണ്. അയാൾ എഴുതിയതല്ല, ഒരു സ്ത്രീയുടെ കൈയക്ഷരമാണ്. തീർച്ചയായും പുരുഷൻ്റെ തന്നെ. അല്ല, സ്ത്രീയുടെ. അപൂർവമായ സ്വഭാവവിശേഷമുള്ള ഒരു സ്ത്രീയുടെ. അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കക്ഷി പ്രത്യേകതയുള്ള ഒരു വ്യക്തിയുമായി, അത് നല്ലതോ ചീത്തയോ ആവട്ടെ, അടുപ്പത്തിലാണെന്ന് അറിയുന്നത് പ്രധാന കാര്യമാണ്. ഈ കേസിൽ എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കുടനെ വോക്കിങ്ങിലേക്ക് പോകാം. തികച്ചും ശോചനീയാവസ്ഥയിലുള്ള ഈ രാജ്യതന്ത്രജ്ഞനെയും അയാൾ പറഞ്ഞുകൊടുത്ത് കത്തെഴുതിക്കുന്ന സ്ത്രീയെയും കാണാം. ഭാഗ്യവശാൽ വാട്ടർലൂ സ്റ്റേഷനിൽ തീവണ്ടിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. 1 മണിക്കൂറിനുള്ളിൽ വോക്കിങ്ങിലെ ദേവദാരു വൃക്ഷങ്ങൾ ഞങ്ങളെ എതിരേറ്റു. സ്റ്റേഷനിൽ നിന്നും ഏതാനും മിനിറ്റ് നടന്നപ്പോൾ വിശാലമായ പറമ്പിൽ ഒറ്റപ്പെട്ടു നിന്ന ബ്രയാൻ ബ്രേ എന്ന മാളികയിലെത്തി. മോടിയാൽ അലങ്കരിച്ച സന്ദർശന മുറിയിലേക്ക് ഞങ്ങൾ ആനയിക്കപ്പെട്ടു. സാമാന്യം തടിച്ച ഒരാൾ വളരെ ഉപചാരപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. 40-നോടടുത്ത് പ്രായം തോന്നിച്ചിരുന്ന അയാളുടെ കവിളിലെ ചുവപ്പ് നിറവും കണ്ണുകളിലെ ഉത്സാഹത്തിമർപ്പും കുസൃതിക്കാരനായ ഒരു ബാലനെയാണ് ഓർമ്മിപ്പിച്ചത്. ഞങ്ങളുടെ കൈകളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രാവിലെ മുതൽ പേഴ്സി നിങ്ങളെപ്പറ്റി അന്വേഷിക്കുകയാണ്. പാവം, ഏത് വൈക്കോൽ തുരുമ്പിലും കയറിപ്പറ്റുന്ന അവസ്ഥയിലാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർക്ക് ഇക്കാര്യം ഓർമ്മിക്കുന്നത് പോലും ദുഃഖകരമാണ്. അതുകൊണ്ടാണ് താങ്കളെ സ്വീകരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഹോംസ് പ്രതിവചിച്ചു. നിങ്ങൾ ഈ കുടുംബത്തിലെ ഒരംഗമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അയാൾ ആദ്യം അത്ഭുതപ്പെട്ടു. എന്നിട്ട് കുനിഞ്ഞു നോക്കി ചിരിച്ചു തുടങ്ങി. എൻ്റെ പോക്കറ്റിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന JH എന്ന അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടു. നിങ്ങളെന്തോ വലിയ കാര്യം ചെയ്തുവെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പോയി. എൻ്റെ പേര് ജോസഫ് ഹാരിസൺ എന്നാണ്. എൻ്റെ സഹോദരി ആനിയെയാണ് പേഴ്സി വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം വഴിയെങ്കിലും ഞങ്ങൾ ബന്ധുക്കളാകും. അവൾ അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലം അവളാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു വന്നത്. നമുക്കുടനെ തന്നെ അങ്ങോട്ട് പോകാം. അദ്ദേഹം എത്ര അക്ഷമനായിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? വീടിൻ്റെ അതേ നിലയിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് ഞങ്ങൾ ആനയിക്കപ്പെട്ടു. ബെഡ്റൂമും സിറ്റിംഗ് റൂമും ചേർന്ന രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഓരോ മൂലയിലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവിടെ ഉദ്യാനത്തിൽ നിന്നുള്ള സുഗന്ധവായു വീശിയിരുന്ന വാതായനത്തിനരികിൽ ഒരു സോഫയിൽ മെലിഞ്ഞ് വിളറിയ ഒരു യുവാവ് കിടന്നിരുന്നു. സമീപത്തിരുന്ന യുവതി ഞങ്ങളെ കണ്ട് എണീറ്റ് നിന്നു. പേഴ്സി, ഞാൻ പോകട്ടെ? അവൾ ചോദിച്ചു. അയാൾ അവരുടെ കൈ മുറുകെ പിടിച്ചു. സുഖമാണോ വാട്സൺ? അയാൾ സ്നേഹം ചോദിച്ചു. ആ മീശ കൊണ്ട് എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഇതല്ലേ നിങ്ങളുടെ പ്രഖ്യാത സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസ്? ഞാൻ ചുരുക്കം ചില വാക്കുകളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ഇരുന്നു. ആ തടിച്ച ചെറുപ്പക്കാരൻ പോയി. യുവതി രോഗിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. പൊക്കം കുറഞ്ഞ് അല്പം തടിച്ച അവർക്ക് വശ്യമായ മുഖകാന്തി ഉണ്ടായിരുന്നു. മനോഹരമായ തവിട്ട് നിറം, വലിയ കറുത്ത കണ്ണുകൾ, കറുത്ത നിബിഡമായ കേശഭാരം. അവരുടെ മേനിയഴകിന് മുന്നിൽ തോഴൻ്റെ വിളറിയ മുഖം കൂടുതൽ ദയനീയമായി തോന്നി. സോഫയിൽ നിവർന്നിരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. മുഖവുര കൂടാതെ കാര്യത്തിലേക്ക് കടക്കാം മിസ്റ്റർ ഹോംസ്. അടുത്ത് വിവാഹിതനാകാൻ പോകുന്ന എൻ്റെ ജീവിതം സന്തോഷപൂർണവും വിജയകരവുമായിരുന്നു.
വളരെ പെട്ടെന്നാണ് ക്രൂരമായ വിധി എൻ്റെ ഭാവിയെ നശിപ്പിച്ചു കളഞ്ഞത്. ഞാൻ വിദേശകാര്യ വകുപ്പിലായിരുന്നുവെന്ന് വാട്സൺ പറഞ്ഞിരിക്കുമല്ലോ. എൻ്റെ അമ്മാവൻ ഹോൾഡേഴ്സ് പ്രഭുവിൻ്റെ സഹായം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് ഉയർന്നത്. അമ്മാവൻ വിദേശകാര്യ മന്ത്രിയായിരുന്നപ്പോൾ പ്രധാനപ്പെട്ട പല ദൗത്യവും എന്നെ ഏൽപ്പിച്ചു. അവയെല്ലാം വിജയകരമായി നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ സാമർഥ്യവും ശേഷിയും അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമായി. 10 ആഴ്ച മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 23 അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിലേക്ക് എന്നെ വിളിപ്പിച്ചു. ജോലിയിലുള്ള എൻ്റെ കഴിവിനെ അഭിനന്ദിച്ച ശേഷം പുതിയ ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കാൻ പോകുന്നതായി പറഞ്ഞു. മേശവലിപ്പിൽ നിന്നും ചാരനിറത്തിലുള്ള ഒരു കടലാസ് ചുരുൾ പുറത്തെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിലുള്ള രഹസ്യ ഉടമ്പടിയുടെ ഒറിജിനലാണിത്. ഇതിനെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളൊക്കെ എങ്ങനെയോ പത്രത്തിൽ വന്നു കാണുന്നു. കൂടുതലൊന്നും പരസ്യമാകാതെ നോക്കണം. ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ഫ്രഞ്ച്, റഷ്യൻ എംബസികൾ എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. ഇതിൻ്റെ ഒരു പകർപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേശയിൽ നിന്നും പുറത്തെടുക്കുന്നത് തന്നെ. നിങ്ങളുടെ മുറിയിൽ അലമാരയുണ്ടല്ലോ? ഉണ്ട് സാർ, ഞാൻ പറഞ്ഞു. എന്നാൽ ഇത് പൂട്ടിവെച്ചേക്കൂ. വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞിട്ടേ പുറത്തെടുക്കാവൂ. ഇതിൻ്റെ ഒരു പകർപ്പെടുത്തിട്ട് ഒറിജിനലും ഒന്നിച്ച് പൂട്ടിവെച്ചേക്കുക. നാളെ രാവിലെ നേരിട്ട് എൻ്റെ കയ്യിൽ തരണം. ഞാൻ ആ പേപ്പർ എടുത്തിട്ട്, ഒരു നിമിഷം, ഹോംസ് പറഞ്ഞു. ഈ സംഭാഷണം നടക്കുമ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. വലിയ മുറിയായിരുന്നോ? 30 അടി ചതുരത്തിലുള്ളത്. മധ്യത്തിലായിരുന്നു ഇരുന്നത്? അതെ, ഏതാണ്ട് മധ്യത്തിൽ തന്നെ. ശബ്ദം താഴ്ത്തിയാണോ സംസാരിച്ചത്? എൻ്റെ അമ്മാവൻ പൊതുവെ താണസ്വരത്തിലാണ് സംസാരിക്കാറുള്ളത്. ഞാൻ വായ തുറന്നില്ലെന്ന് തന്നെ പറയാം. ശരി, തുടരൂ. ഹോംസ് കണ്ണുകൾ അടച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു. ഓഫീസിൽ നിന്നും ഗുമസ്തന്മാരെല്ലാം പോകുന്നതുവരെ ഞാൻ കാത്തിരുന്നു. എൻ്റെ മുറിയിൽ തന്നെയുള്ള ഒരാൾ, ചാൾസ് ഗൊറോട്ട്, കുടിശ്ശിക ജോലി തീർക്കാനുണ്ടായിരുന്നതിനാൽ കുറേ നേരം കൂടി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അയാളിരിക്കെ ഞാൻ പുറത്ത് അത്താഴം കഴിക്കാൻ പോയി. മടങ്ങി വന്നപ്പോൾ അയാൾ പോയിരുന്നു. ജോലി തീർക്കാൻ എനിക്ക് ധൃതിയുണ്ടായിരുന്നു. ജോസഫ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ മിസ്റ്റർ ഹാരിസൺ? അയാൾ തന്നെ. ടൗണിലുണ്ടെന്നും 11 മണിക്കുള്ള ട്രെയിനിൽ അയാൾ വോക്കിങ്ങിലേക്ക് പോകുമെന്നും ഞാൻ അറിഞ്ഞു. കഴിയുമെങ്കിൽ എനിക്കും ആ വണ്ടി പിടിക്കണമെന്നുണ്ടായിരുന്നു. ഉടമ്പടി നോക്കിയപ്പോൾ അമ്മാവൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് മനസ്സിലായി. അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. വിശദവിവരങ്ങൾ പുറത്താക്കാതെ തന്നെ ഞാൻ പറയാം. ത്രികക്ഷി സഖ്യത്തോട് ബ്രിട്ടനുള്ള നയം എന്തായിരിക്കണമെന്നും മധ്യധരാണാഴിയിൽ ഫ്രഞ്ച് കപ്പൽപ്പട ഇറ്റാലിയൻ നാവികസേനയെ പരാജയപ്പെടുത്തുന്ന പക്ഷം എന്ത് നടപടിയെടുക്കണമെന്നുമുള്ള കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിരുന്നു. നാവികസേനയുടെ പ്രശ്നങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടിയിൽ 2 കക്ഷികളിലെയും ഉന്നതസ്ഥാനീയർ ഒപ്പുവെച്ചിരുന്നു. ഞാൻ മേശയ്ക്ക് മുന്നിലിരുന്ന് അതിൻ്റെ പകർപ്പെടുത്തു തുടങ്ങി. ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ട ആ ദീർഘമായ പ്രമാണത്തിന് 26 വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതിശീഘ്രം ജോലി ചെയ്തെങ്കിലും 9 മണിക്ക് 9 വകുപ്പുകൾ മാത്രമേ തീർന്നിരുന്നുള്ളൂ. തീവണ്ടിയിൽ പോകുന്ന കാര്യം നടപ്പില്ല. പകലത്തെ ജോലിയുടെ ക്ഷീണം കൊണ്ട് ഞാൻ തളർന്നിരുന്നു. അത്താഴത്തിൻ്റെ കനം കൂടിയായപ്പോൾ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ ഉന്മേഷം വീണ്ടെടുക്കാമെന്ന് എനിക്ക് തോന്നി. ഒരു വാച്ച്മാൻ കോണിപ്പടിയുടെ ചുവട്ടിലെ മുറിയിൽ രാത്രി മുഴുവൻ ഉണ്ടായിരിക്കും. രാത്രി ജോലി ചെയ്യുന്നവർക്കായി അയാൾ തൻ്റെ സ്റ്റൗവിൽ കാപ്പി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അയാളെ വിളിക്കാൻ ഞാൻ ബെല്ലടിച്ചു. പക്ഷേ വന്നത് ഒരു സ്ത്രീയായിരുന്നു. ഓവർകോട്ട് ധരിച്ച പരുക്കം മുഖമുള്ള ഒരു തടിച്ച സ്ത്രീ. വാച്ച്മാൻ്റെ ഭാര്യയാണെന്നും ഓഫീസിലെ കൂലിപ്പണിക്കാരിയാണെന്നും അവർ എന്നെ ധരിപ്പിച്ചു. കാപ്പി കൊണ്ടുവരുവാൻ ഞാൻ അവരോട് പറഞ്ഞു. 2 വകുപ്പുകൾ കൂടി ഞാൻ എഴുതി തീർത്തു. ഉറക്കം കലശലായി ആക്രമിച്ചു തുടങ്ങി. ഞാൻ എണീറ്റ് മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാപ്പി എത്തിയില്ല. എന്താണ് കാരണമെന്നന്വേഷിക്കാൻ കതക് തുറന്ന് ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. ഞാൻ ജോലി ചെയ്തിരുന്ന മുറിയിൽ നിന്ന് ആരംഭിച്ച് നേരെ മുന്നിലോട്ട് നീണ്ടുകിടക്കുന്ന ആ ഇടനാഴിൽ മങ്ങിയ പ്രകാശമേ ഉണ്ടായിരുന്നുള്ളൂ. വരാന്തയുടെ അവസാനം ഒരു കോണിപ്പടിയാണ്. പടിയുടെ ചുവട്ടിലാണ് വാച്ച്മാൻ്റെ മുറി. കോണിപ്പടിയുടെ മധ്യത്തിൽ മറ്റൊരു വഴി വന്നു ചേരുന്നുണ്ട്. ഇവിടെ ഒരു തിണ്ണയുമുണ്ട്. ഈ 2ാമത്തെ വഴിയിലൂടെ മറ്റൊരു കോണിപ്പടി കയറിയാൽ ഒരു വാതിൽ കാണാം. ഭൃത്യന്മാരും ചാൾസ് സ്ട്രീറ്റിൽ നിന്ന് വരുന്ന ഗുമസ്തന്മാരും ഈ വാതിൽ ഉപയോഗിക്കുന്നു. നന്ദി, താങ്കൾ പറയുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നു, ഹോംസ് പറഞ്ഞു. ഞാനിപ്പോൾ പറയുന്നത് താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
പടികളിറങ്ങി വാച്ച്മാന്റെ മുറിയിൽ ഞാൻ ചെന്നപ്പോൾ അയാൾ കൂർക്കം വലിച്ചുറങ്ങുന്നതാണ് കണ്ടത്. പാത്രത്തിൽ വെള്ളം തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നു. വെള്ളം നിലത്ത് തെറിച്ചു വീഴുന്നത് കണ്ട് ഞാൻ സ്റ്റൗ അണച്ചു. ഉറങ്ങുന്ന ആളെ തട്ടിയുണർത്താൻ ഒരുങ്ങുമ്പോഴേക്കും അയാളുടെ തലയ്ക്ക് മുകളിൽ ബെല്ലടിച്ചു. മിസ്റ്റർ ഫിലിപ്സ് സാർ, അയാൾ പരിഭ്രമിച്ചു. കാപ്പി തയ്യാറായോ എന്ന് നോക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞു. വെള്ളം തിളയ്ക്കുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി, അയാൾ പറഞ്ഞു. അപ്പോഴും വിറയൽ മാറിയിട്ടില്ലാത്ത ബെല്ലിനെയും എന്നെയും നോക്കി അയാൾ ചോദിച്ചു, താങ്കൾ ഇവിടെ നിൽക്കുമ്പോൾ ബെല്ലടിച്ചതാര്? ബെല്ലോ? ഏത് ബെല്ലാണിത്? താങ്കളുടെ മുറിയിൽ നിന്നുള്ളത് തന്നെ, ആ കാവൽക്കാരൻ പറഞ്ഞു. ഒരു തണുത്ത കരം എൻ്റെ ഹൃദയത്തെ പിടിച്ചമർത്തുന്നതായി എനിക്ക് തോന്നി. എൻ്റെ മുറിയിൽ ആരോ പ്രവേശിച്ചിരിക്കുന്നു. ഉടമ്പടി മേശപ്പുറത്തിരിക്കുകയാണ്. കോണിപ്പടി കയറി വരാന്തയിലൂടെ ഞാൻ ഓടിച്ചെന്നു. വരാന്തയിൽ ആരുമുണ്ടായിരുന്നില്ല. മുറിയിൽ എല്ലാ വസ്തുക്കളും യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു, ഉടമ്പടി ഒഴികെ. എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഉടമ്പടി മേശപ്പുറത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. എഴുതിക്കൊണ്ടിരുന്ന പകർപ്പ് മാത്രം അവിടെയുണ്ട്. ഹോംസ് കസേരയിൽ നിവർന്നിരുന്നു കൈകൾ കൂട്ടിത്തിരുമ്മി. പ്രശ്നം അദ്ദേഹത്തെ ആകർഷിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്തു? അദ്ദേഹം മന്ത്രിച്ചു. വശത്തുള്ള വാതിൽ കൂടിയായിരിക്കും കള്ളൻ പ്രവേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ കാണുമായിരുന്നു. ആ സമയം അത്രയും മുറിക്കകത്ത് തന്നെ ഒളിച്ചിരിക്കാനോ മങ്ങിയ വെളിച്ചമേ ഉള്ളുവെന്ന് നിങ്ങൾ പറഞ്ഞ വരാന്തയിൽ മറഞ്ഞിരിക്കാനോ സാധ്യമല്ലെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അത് തീരെ സാധ്യമല്ല. മുറിയിലോ വരാന്തയിലോ ഒരെലിക്ക് പോലും ഒളിച്ചിരിക്കുവാനുള്ള സൗകര്യമില്ല. അവിടെ മറവൊന്നുമില്ല. നന്ദി, ദയവായി ബാക്കി കൂടി പറയൂ, ഹോംസ് പറഞ്ഞു. എൻ്റെ വിളറിയ മുഖം കണ്ട് എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയ വാച്ച്മാൻ എന്നോടൊപ്പം മുകളിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും വശത്തെ വാതിലിൽ കൂടി കോണിപ്പടികൾ ഇറങ്ങി ചാൾസ് സ്ട്രീറ്റിലെത്തി. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു, ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പുറത്തിറങ്ങുന്ന അവസരത്തിൽ അടുത്തെവിടെയോ ക്ലോക്കിൽ 3 പ്രാവശ്യം മണിയടിക്കുന്ന ശബ്ദം കേട്ടതായി ഞാൻ ഓർക്കുന്നു. മണി 9:45 ആയിരുന്നു. ഇത് വളരെ പ്രധാനമാണ്. സ്വന്തം ഷർട്ടിൻ്റെ കഫിൽ എന്തോ കുറിച്ചുകൊണ്ട് ഹോംസ് അഭിപ്രായപ്പെട്ടു. അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു. മഴ ചാറിക്കൊണ്ടിരുന്നു. ചാൾസ് സ്ട്രീറ്റ് വിജനമായിരുന്നെങ്കിലും അതിൻ്റെ അറ്റത്ത് വൈറ്റ് ഹാളിൽ പതിവ് പോലെ തിരക്കുണ്ട്. നടപ്പാതയിലൂടെ മഴ നനഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്നു. അവിടെ ഒരു പോലീസുകാരൻ നിന്നിരുന്നു. ഞാൻ കിതച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ഒരു മോഷണം നടന്നിരിക്കുന്നു. വിദേശകാര്യ വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട രേഖ കളവ് പോയി. ഇതിലെ ആരെങ്കിലും പോയോ? ഒരു 1/4 മണിക്കൂർ നേരമായി ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അയാൾ പറഞ്ഞു. അതിനിടയ്ക്ക് ഒരാൾ മാത്രമേ ഇതിലെ കടന്നു പോയിട്ടുള്ളൂ. പ്രായം ചെന്ന ഒരു സ്ത്രീ. അവർ ഒരു മഞ്ഞ ഷോൾ പുതച്ചിരുന്നു. അതെൻ്റെ ഭാര്യയാണ്, വാച്ച്മാൻ പറഞ്ഞു. വേറെ ആരെയും കണ്ടില്ലേ? വേറെ ആരും ഈ വഴി പോയില്ല. എങ്കിൽ കള്ളൻ വേറെ വഴിക്ക് പോയിരിക്കും, വാച്ച്മാൻ എൻ്റെ കുപ്പായത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സമാധാനമായില്ല. അയാളുടെ ധൃതി എന്നെ കൂടുതൽ സംശയാലുവാക്കി. ഏതു വഴിക്കാണ് ആ സ്ത്രീ പോയത്? ഞാൻ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ സർ. അവരുടെ കയ്യിൽ പാസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവരല്പം ധൃതിയിലാണെന്ന് തോന്നി. അവർ പോയിട്ട് എത്ര സമയമായി? ഞാൻ ചോദിച്ചു. ഓ, ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. 5 മിനിറ്റിനകമാണോ? 5 മിനിറ്റിൽ കൂടുതലൊന്നും ആയിട്ടില്ല, ആ പോലീസുകാരൻ പറഞ്ഞു. സാർ, താങ്കൾ വെറുതെ സമയം കളയുന്നു. ഓരോ മിനിറ്റും വിലയേറിയതാണ്, വാച്ച്മാൻ പറഞ്ഞു. അതെൻ്റെ ഭാര്യ തന്നെ. ഇക്കാര്യത്തിൽ അവർക്ക് എന്തറിയാം? വേഗം നമുക്ക് തെരുവിൻ്റെ മറ്റേ അറ്റത്ത് പോയി നോക്കാം. താങ്കൾ വന്നില്ലെങ്കിൽ ഞാൻ പോയി നോക്കട്ടെ. അത് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് ഓടി. അടുത്ത നിമിഷം ഞാൻ പിറകെ പാഞ്ഞ് അയാളുടെ കുപ്പായത്തിൽ കടന്നു പിടിച്ചു. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. 16 ഐവി സ്ട്രീറ്റ്, ബ്രിക്സ്റ്റൺ. ദയവ് ചെയ്ത് അന്വേഷണം തെറ്റായ വഴി ആക്കരുതേ. വരൂ, നമുക്കങ്ങോട്ട് പോയി വല്ല വിവരവും കിട്ടുമോ എന്ന് അന്വേഷിക്കാം, അയാൾ വീണ്ടും പറഞ്ഞു. പോലീസുകാരനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ജംഗ്ഷനിലെത്തി. മഴയത്ത് തിരക്കിട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ ആരെല്ലാം കടന്നുപോയെന്ന് ആരോട് ചോദിക്കാനാണ്? ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്ന് വരാന്തയും കോണിപ്പടിയുമൊക്കെ പരിശോധിച്ചു. ഫലമൊന്നുമുണ്ടായില്ല. മുറിയിലേക്കുള്ള വരാന്തയിൽ വിരിച്ചിരുന്ന ലിനോലിയത്തിൽ ഈർപ്പമുള്ള ചുവടടയാളങ്ങൾ വ്യക്തമായി പതിഞ്ഞു കാണും. ഞങ്ങൾ പരിശോധിച്ചു, ഒന്നും കണ്ടില്ല. രാത്രി നേരത്തെ മഴ തുടങ്ങിയിരുന്നോ? ഹോംസ് ചോദിച്ചു. ഉദ്ദേശം 7 മണി മുതൽ മഴയായിരുന്നു.
അങ്ങനെയെങ്കിൽ 9 മണിക്ക് മുറിയിൽ വന്ന സ്ത്രീയുടെ ചെളി പുരണ്ട പാദരക്ഷയുടെ അടയാളം കാണേണ്ടതല്ലേ? അത് ചോദിച്ചത് നന്നായി. എനിക്കും അങ്ങനെ തോന്നി. ഓഫീസിൽ ജോലിക്ക് വരുന്ന സ്ത്രീകൾ പാദരക്ഷകൾ വാച്ച്മാന്റെ മുറിയിൽ അഴിച്ചു വെച്ചിട്ട് സ്ലിപ്പറുകൾ ഇടുകയാണ് പതിവ്. അത് ശരി, അപ്പോൾ അടയാളമൊന്നുമില്ല. രാത്രിയിൽ മഴയുണ്ടായിരുന്നെങ്കിലും. പിന്നെ നിങ്ങൾ എന്തു ചെയ്തു? ഞങ്ങൾ മുറിക്കകം പരിശോധിച്ചു. അവിടെ രഹസ്യവാതിലുകളൊന്നുമില്ല. ജനാലകൾ വെളിയിൽ നിലത്ത് നിന്ന് 30 അടി ഉയരത്തിലാണ്. അവ അകത്തു നിന്ന് അടച്ചുപൂട്ടിയിരുന്നു. നിലത്ത് പരവതാനിയുണ്ട്. രഹസ്യമാർഗങ്ങളൊന്നുമില്ല. തട്ട് സാധാരണ രീതിയിൽ വെള്ളയടിച്ചതാണ്. കടലാസുകൾ മോഷ്ടിച്ചതാരായാലും വാതിൽ കൂടി മാത്രമേ അകത്ത് കടന്നിരിക്കാൻ ഇടയുള്ളൂ. പുകക്കുഴലില്ലേ? ഇല്ല, സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മേശയുടെ വലതുവശത്താണ് മണിയടിക്കാനുള്ള ചരട് തൂങ്ങിക്കിടക്കുന്നത്. മേശയുടെ അടുത്തു പോയാലേ മണിയടിക്കാൻ പറ്റൂ. പക്ഷേ എന്തിനാണ് കള്ളൻ മണിയടിച്ചത്? അതാണ് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം. തീർച്ചയായും അത് അസാധാരണം തന്നെ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തു ചെയ്തു? കള്ളൻ എന്തെങ്കിലും അയാളുടെ സിഗരറ്റ് കുറ്റിയോ കയ്യുറയോ ഹെയർ പിന്നോ വല്ലതും ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾ മുറിയാകെ പരിശോധിച്ചു അല്ലേ? അതെ, ഒരടയാളവും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റെന്തെങ്കിലും ഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ തോന്നിയോ? അതിനെക്കുറിച്ച് ഞങ്ങൾ ഓർത്തില്ല. പുകയിലയുടെ ഗന്ധം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കത് പ്രത്യേകിച്ച് സഹായകരമായിരിക്കും. ഞാൻ പുകവലിക്കാറില്ല. അതുകൊണ്ട് പുകയിലയുടെ ഗന്ധമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കും. ഒരു തുമ്പും കിട്ടിയില്ല. സംശയകരമായ ഒരേ ഒരു കാര്യം, വാച്ച്മാന്റെ ഭാര്യ മിസ്സിസ് ടാങ്കെ എന്നാണ് അവളുടെ പേര്. ധൃതിപ്പെട്ട് ഓടിപ്പോയി എന്നത് മാത്രമാണ്. അവർ പതിവായി ആ സമയത്താണ് വീട്ടിൽ പോകാറുള്ളതെന്നാണ് അയാളുടെ സമാധാനം പറച്ചിൽ. ആ സ്ത്രീയുടെ കയ്യിൽ തന്നെ കടലാസ് ഉണ്ടായിരിക്കുമെന്നും അവരത് കൈമാറുന്നതിന് മുമ്പ് പിടികൂടണമെന്നും ഞാനും പോലീസുകാരനും തീരുമാനിച്ചു. ഇതിനിടയിൽ വിവരം സ്കോട്ട്ലൻഡ് യാർഡിൽ അറിഞ്ഞു. ഡിറ്റക്റ്റീവ് മിസ്റ്റർ ഫോർബസ് ഉടനെ എത്തി ഉഷാറായി അന്വേഷണം ആരംഭിച്ചു. ഒരു കുതിരവണ്ടി പിടിച്ച് അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വാച്ച്മാൻ തന്ന മേൽവിലാസം കണ്ടെത്തി. ഒരു യുവതി വാതിൽ തുറന്നു. മിസ്സിസ് ടാങ്കയുടെ മൂത്ത മകളായിരുന്നു അത്. അമ്മ വന്നിട്ടില്ലെന്ന് അവൾ പറഞ്ഞു. മുൻപിലത്തെ ഒരു മുറിയിൽ ഞങ്ങൾ കാത്തിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുന്നത് കേട്ടു. ഇവിടെ ഞങ്ങളൊരു അബദ്ധം കാണിച്ചു. തെറ്റ് എൻ്റേതായിരുന്നു. ഞങ്ങൾ വാതിൽ തുറക്കുന്നതിന് പകരം ആ പെൺകുട്ടിയോടാണ് തുറക്കാൻ പറഞ്ഞത്. വാതിക്കൽ നിന്ന് അമ്മയെ കാണാൻ 2 പേർ വന്നിരിക്കുന്നു എന്നവൾ പറഞ്ഞതും അടുത്ത ക്ഷണത്തിൽ ആരോ ഉള്ളിലോട്ട് ഓടുന്ന ശബ്ദവും ഞങ്ങൾ കേട്ടു. വാതിൽ തുറന്ന് ഫോർബ്സും ഞാനും അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. ആ സ്ത്രീ അവിടെ നിന്നിരുന്നു. അവർ ഞങ്ങളെ തുറിച്ചു നോക്കി. എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് അത്ഭുതം പ്രകടമായി. ഇത് നമ്മുടെ ഓഫീസിലെ മിസ്റ്റർ ഫെൽപ്സ് അല്ലേ? അവർ പറഞ്ഞു. വേറെ ആരാണെന്ന് ഉദ്ദേശിച്ചാണ് ഒളിച്ചോടാൻ തുടങ്ങിയത്? എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു. ആ വ്യാപാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അവർ പറഞ്ഞു. ഞങ്ങൾ അയാളുമായി അല്പം പിശകിയിരിക്കുകയാണ്. അത് ശരിയായ ഒരു മറുപടി അല്ലല്ലോ, ഫോർബ്സ് പറഞ്ഞു. ഓഫീസിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു രേഖ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് മറച്ചു വെക്കാനാണ് ഇങ്ങോട്ട് ഓടിയത്. ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് വരൂ. അവർ എതിർത്തിട്ടും പ്രതിഷേധിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒരു കുതിരവണ്ടിയിൽ ഞങ്ങൾ 3 പേരും സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് തിരിച്ചു. അതിനു മുമ്പ് അവരുടെ അടുക്കളയും അടുപ്പുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പേപ്പർ ഒളിച്ചു വെച്ചതിൻ്റെയോ കത്തിച്ചു കളഞ്ഞതിൻ്റെയോ ലക്ഷണമൊന്നുമില്ലായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡിൽ വനിതാ പോലീസുകാർ ദേഹപരിശോധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഞാൻ ഉത്കണ്ഠയോടെ കാത്തിരുന്നു. പരിശോധന വിഫലമായതേയുള്ളൂ. ഇതുവരെ ഞാൻ തിരക്കിലായിരുന്നതുകൊണ്ട് അനന്തരഫലങ്ങളെപ്പറ്റി ചിന്തിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ആദ്യമായി ദുരവസ്ഥയുടെ ഭീകരരൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഉടമ്പടി കണ്ടുകിട്ടുമെന്നുറച്ചതിനാൽ അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഇനിയൊന്നും ചെയ്യാനില്ലെന്നായപ്പോൾ എനിക്ക് സംഗതിയുടെ ഗൗരവം ബോധ്യമായി. ഹോ, അത് ഭയങ്കരമായിരുന്നു. സ്കൂളിൽ വെച്ച് ഞാനൊരു ഭീരുവും വികാരജീവിയുമായിരുന്നെന്ന് വാട്സൺ അറിയാം. എൻ്റെ പ്രകൃതം അതാണ്. എൻ്റെ അമ്മാവനെയും മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ നിമിത്തം എനിക്കും അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും ഉണ്ടാകാവുന്ന അപകീർത്തിയെക്കുറിച്ച് ഓർത്തു. അപകടത്തിനിരയായത് ഞാനായതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. വിദേശകാര്യ വകുപ്പിൽ നയതന്ത്ര വിഭാഗത്തിൽ വരുന്ന വീഴ്ചകൾക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. ഞാൻ തകർന്നു. ലജ്ജാകരമായ നിരാശാപൂർണമായ തകർച്ച.
പിന്നെ ഞാൻ എന്തു ചെയ്തുവെന്ന് എനിക്ക് ഓർമ്മയില്ല. വല്ലാത്ത രംഗം സൃഷ്ടിച്ചിരിക്കണം. എൻ്റെ ചുറ്റും കുറെ ഉദ്യോഗസ്ഥന്മാർ നിന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ നേരിയ ഓർമ്മ മാത്രമുണ്ട്. അവരിൽ ഒരാൾ എന്നെ വാട്ടർലൂ വരെ അനുഗമിച്ചു. എൻ്റെ അയൽക്കാരനായ ഡോക്ടർ ഫെരിയൻ ട്രെയിനിലുണ്ടായിരുന്നതുകൊണ്ട് വീട് വരെ വന്നില്ല എന്നേയുള്ളൂ. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് മോഹാലസ്യമുണ്ടായി. വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ഭ്രാന്തനെ പോലെ ആയിരുന്നു. അർദ്ധരാത്രിയിൽ ഡോക്ടർ വീട്ടുകാരെ വിളിച്ചുണർത്തി. എന്നെ ആ നിലയിൽ കണ്ടപ്പോഴുള്ള അവരുടെ വിഷമം ഊഹിക്കാമല്ലോ. അമ്മയുടെയും പാവം ആനിയുടെയും ഹൃദയം തകർന്നു. എന്തു സംഭവിച്ചു എന്നതിനെപ്പറ്റി ഡിറ്റക്റ്റീവിൽ നിന്നും കേട്ട കാര്യം ഡോക്ടർ പറഞ്ഞു. അത് രംഗം കൂടുതൽ വഷളാക്കിയതേ ഉള്ളൂ. ഞാൻ വളരെ കാലം രോഗശയ്യയിൽ കഴിയുമെന്ന് അവരുറച്ചു. ഈ ബെഡ്റൂമിൽ നിന്ന് ജോസഫിനെ കെട്ടുകെട്ടിച്ചു. എന്നെ ഇവിടെ കിടത്തി. 9 ആഴ്ചയായി ഞാൻ ഇവിടെ കിടക്കുന്നു. മിസ്റ്റർ ഹോംസ് ബോധമില്ലാതെ ജ്വരം മൂർച്ഛിച്ച് പലതും പുലമ്പിക്കൊണ്ട്. ഡോക്ടറുടെ ശുശ്രൂഷയും ഈ നിൽക്കുന്ന മിസ് ഹാരിസന്റെ പരിചരണവും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും എനിക്ക് താങ്കളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. പകൽ സമയം ഇവരെന്നെ പരിചരിക്കും. രാത്രി മറ്റൊരു നേഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജ്വരം മൂർച്ഛിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ക്രമേണ ബോധം വീണ്ടും കിട്ടിത്തുടങ്ങി. ശരിയായ ഓർമ്മശക്തി ലഭിച്ചിട്ട് 3 ദിവസമായി. അത് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നു. ഞാൻ ആദ്യം ചെയ്തത് കേസന്വേഷിച്ചിരുന്ന മിസ്റ്റർ ഫോർബ്സിനെ കമ്പിയടിച്ച് വരുത്തുകയാണ്. അദ്ദേഹം വന്നു കഴിവുള്ളതെല്ലാം ചെയ്തെന്നും ഒരു തെളിവുമില്ലെന്നും പറഞ്ഞു. വാച്ച്മാനെയും ഭാര്യയെയും എല്ലാ വിധത്തിലും ചോദ്യം ചെയ്തു. ഒരു തെളിവും കിട്ടിയില്ല. പോലീസിൻ്റെ സംശയം അന്ന് രാത്രി ഓഫീസിൽ ഓവർടൈം ജോലി ചെയ്ത ഗോറിട്ടൻ്റെ മേൽ ആയി. പേരിലുള്ള ഫ്രഞ്ച് ചുവയും ഓവർടൈം ചെയ്തതും മാത്രമായിരുന്നു സംശയത്തിന് കാരണം. പക്ഷേ അന്ന് അയാൾ പോയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചത്. അയാൾക്ക് ഫ്രഞ്ചുകാരുമായി ബന്ധമൊന്നുമില്ലതാനും. അയാളിൽ സംശയാസ്പദമായി ഒന്നുമില്ലായിരുന്നു. അവസാനത്തെ ആശാകേന്ദ്രമായിട്ടാണ് ഞാൻ താങ്കളെ വരുത്തിയത്. മിസ്റ്റർ ഹോംസ്, താങ്കൾ പരാജയപ്പെട്ടാൽ എൻ്റെ മാനവും സ്ഥാനവും എന്നേക്കുമായി നഷ്ടമായത് തന്നെ. ഇത്രയും പറഞ്ഞ് ക്ഷീണിച്ച രോഗി തലയണയിൽ ചാരിക്കിടന്നു. നേഴ്സ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് മരുന്ന് ഒഴിച്ചു കൊടുത്തു. ഹോംസ് കണ്ണുകളടച്ചു തല ചായ്ച്ച് ചാരിയിരുന്നു. പരിചയമില്ലാത്തവർക്ക് അദ്ദേഹം ഉറങ്ങുകയാണെന്ന് തോന്നും. ഗാഢമായ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു. അവസാനം ഹോംസ് മൗനം ഭജിച്ചു. കൂടുതലൊന്നും ചോദിക്കാനില്ല. പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം. ആ ജോലി ചെയ്യാൻ പോകുന്ന വിവരം നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ? ആരോടും പറഞ്ഞില്ല. ഈ നിൽക്കുന്ന മിസ് ഹാരിസനോട്? ഇല്ല. നിർദ്ദേശം കിട്ടിയതിനു ശേഷം പകർപ്പെടുക്കുന്നതിനിടയ്ക്കുള്ള സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടില്ല. നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ആ സമയത്ത് നിങ്ങളെ കണ്ടിരുന്നോ? ഇല്ല. ആർക്കെങ്കിലും നിങ്ങളുടെ ഓഫീസിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. എല്ലാവരും അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. എങ്കിലും ഉടമ്പടിയെക്കുറിച്ച് മറ്റാരോടും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ വഴിക്കുള്ള അന്വേഷണത്തിന് പ്രസക്തിയില്ല. ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. വാച്ച്മാനെ പറ്റി എന്തറിയാം? അയാൾ ഒരു പഴയ പട്ടാളക്കാരനാണെന്ന് മാത്രം അറിയാം. ഏത് വിഭാഗത്തിലാണ് അയാൾ സേവനമനുഷ്ഠിച്ചിരുന്നത്? കോൾഡ് സ്ട്രീം ഗാർഡനിലാണെന്ന് കേട്ടിട്ടുണ്ട്. നന്ദി. കൂടുതൽ വിവരങ്ങൾ ഫോർബ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാം. അധികാരികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വിദഗ്ധന്മാരാണ്. അവയുടെ പ്രയോഗത്തിൽ മാത്രമാണ് പാളിപ്പോകുന്നത്. റോസ് മനോഹരമായ ഒരു പുഷ്പം തന്നെ. അദ്ദേഹം സോഫയ്ക്കപ്പുറം തുറന്നു കിടന്ന ജനാലക്കരികെ ചെന്ന് വാടിത്തുടങ്ങിയ റോസാപ്പൂവിൻ്റെ ഞെട്ടിൽ പിടിച്ചുയർത്തി. പുറത്തെ പച്ച പുൽത്തകിടിയും പൂവാടിയും നോക്കി നിന്നു. ഹോംസിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് ഞാൻ കാണുന്നത്. പ്രകൃതി സൗന്ദര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അനുമാനം ഏറ്റവും ആവശ്യം മതത്തിൻ്റെ കാര്യത്തിലാണ്. ജനൽപ്പാളിയിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. യുക്തി ഉപയോഗിച്ച് അതൊരു ശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. വിധാതാവിൻ്റെ നന്മ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൂക്കളിലാണെന്ന് ഞാൻ പറയും. മറ്റെല്ലാം നമ്മുടെ ശക്തി, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഭക്ഷണം എല്ലാം തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതാണ്. പൂവിൻ്റെ കാര്യം അങ്ങനെയല്ല. അതിൻ്റെ ഗന്ധവും നിറവും ജീവിതത്തിന് ശോഭയേകുന്നു. കൂടിയേ തീരൂ എന്നില്ലെങ്കിലും അധികമായി കിട്ടുന്ന നന്മ മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൂക്കളിൽ നിന്ന് നമുക്ക് വളരെയൊക്കെ പ്രതീക്ഷിക്കാമെന്ന്. ഹോംസിൻ്റെ ഈ പ്രകടനത്തെ അത്ഭുതത്തോടും നിരാശയോടും കൂടിയാണ് പേഴ്സിയും സഖിയും നോക്കിയത്.
കൈകളിൽ ആ പൂമൊട്ടുമായി ഏതാനും മിനിറ്റ് നേരം സ്വപ്നാടനത്തിൽ എന്നതുപോലെ നിന്ന ഹോംസിനോട് യുവതി ചോദിച്ചു, ഈ രഹസ്യം അനാവരണം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ സ്വരം പരുഷമായിരുന്നു. ഓ, രഹസ്യത്തിൻ്റെ കാര്യം? ഹോംസ് ഞെട്ടി. പെട്ടെന്ന് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഈ കേസ് ദുർഗ്രഹവും കുഴഞ്ഞു മറിഞ്ഞതുമാണെന്ന കാര്യം നിഷേധിക്കുന്നില്ല. എന്നാലും ഞാൻ ഇത് പരിഗണിക്കാമെന്നും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാമെന്നും ഉറപ്പു തരുന്നു. എന്തെങ്കിലും തുമ്പുള്ളതായി തോന്നുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒന്നല്ല 7 എണ്ണം കാണുന്നുണ്ട്. പരീക്ഷിച്ചു നോക്കിയാലേ അതിൽ സത്യമേതെന്നറിയാൻ കഴിയൂ. ആരെയെങ്കിലും സംശയിക്കുന്നുണ്ടോ? എന്നെ തന്നെ സംശയിക്കുന്നു. എന്ത്? അല്ല, ഇത്ര വേഗം തീരുമാനമെടുക്കുന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ലണ്ടനിൽ പോയി തീരുമാനങ്ങൾ പരീക്ഷണ വിധേയമാക്കൂ. മിസ് ഹാരിസൺ, നിങ്ങളുടെ ഉപദേശം ഒന്നാം തരമാണ്. ഹോംസ് എഴുന്നേറ്റു. വാട്സൺ, അതിനേക്കാൾ നല്ലതായി നമുക്കൊന്നും ചെയ്യാനില്ല. മിസ്റ്റർ ഫെൽപ്സ്, അതിര് കവിഞ്ഞ ശുഭപ്രതീക്ഷ വേണ്ട. പ്രശ്നം അത്യന്തം സങ്കീർണമാണ്. താങ്കളെ വീണ്ടും കാണുന്നതുവരെ എൻ്റെ രോഗം ഭേദമാവുകയില്ല. ആ നയതന്ത്ര പ്രതിനിധി വിലപിച്ചു. ശരി, നാളെ ഇതേ ട്രെയിനിൽ ഞാൻ വരും. പക്ഷേ എൻ്റെ റിപ്പോർട്ട് നിഷേധ രൂപത്തിലായിരിക്കാനാണ് സാധ്യത. വരാമെന്ന് സമ്മതിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നത് തന്നെ എനിക്ക് നവജീവൻ നൽകുന്നു. ഹോൾഡേഴ്സ് പ്രഭുവിൻ്റെ ഒരു കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓഹോ, അദ്ദേഹം എന്തു പറയുന്നു? അദ്ദേഹം കഠിനചിത്തനാണ്, പക്ഷേ കടുപ്പിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ രോഗമാണ് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പ്രശ്നം വളരെ ഗൗരവമുള്ളതാണെന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുന്നതുവരെ എൻ്റെ ഭാവിയെപ്പറ്റി, എന്ന് വെച്ചാൽ എന്നെ ഡിസ്മിസ് ചെയ്യുന്ന കാര്യം തീരുമാനമെടുക്കുകയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ന്യായവും ബുദ്ധിപൂർവമായതാണ്. വരൂ വാട്സൺ, പട്ടണത്തിൽ കുറച്ചധികം ജോലിയുണ്ട്, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ ജോസഫ് ഹാരിസൺ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കി. പോൾട്ട് സ്മിത്തിലേക്കുള്ള തീവണ്ടിയിൽ ഗാഢമായ ചിന്തയിൽ മുഴുകിയിരുന്ന ഹോംസ് ക്ലാംഫാം ജംഗ്ഷനിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഉയർന്ന വഴിയിലൂടെ ലണ്ടനിലേക്കുള്ള യാത്ര എത്ര രസകരമാണ്. വീടുകളുടെ മേൽക്കുര എന്തു ഭംഗിയായി കാണാം. അദ്ദേഹം തമാശ പറയുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ കാഴ്ച തീരെ മോശമായിരുന്നു, അദ്ദേഹം വിശദമാക്കി. അതാ അവിടെ ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ നോക്കൂ. കല്ലോടം മേഞ്ഞ മേൽക്കൂരകൾക്കിടയിൽ ഉയർന്നു കാണുന്നില്ലേ? കറുത്ത സമുദ്രത്തിലെ ഇഷ്ടിക ദ്വീപുകൾ പോലെ. സ്കൂൾ കെട്ടിടങ്ങളാണല്ലോ അത്. ദീപസ്തംഭങ്ങൾ. എൻ്റെ കുട്ടി, ഭാവിയുടെ പ്രകാശനാളങ്ങൾ. 100 കണക്കിന് പ്രകാശബീജങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള വിത്തുകൾ. അതിൽ നിന്ന് ഒരു പുതിയ, കൂടുതൽ മെച്ചമായ ഇംഗ്ലണ്ട് മുളപൊട്ടി വരും. ആ ഫെൽപ്സ് മദ്യപിക്കുമോ? ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എനിക്കും. എങ്കിലും നാം എല്ലാ വസ്തുതകളും കണക്കിലെടുക്കണം. ആ പാവം നടുക്കടലിലാണ്. കരകയറ്റാൻ നമുക്ക് കഴിയുമോ എന്തോ. നോർത്തംലാൻഡിലെ ഒരു ഉരുക്ക് വ്യവസായിയുടെ മക്കളാണ് അവളും അവളുടെ സഹോദരനും.
പോലീസിന് അപഖ്യാതി ഉണ്ടാക്കും. ഹോംസ് പറഞ്ഞു. നേരെ മറിച്ച് കഴിഞ്ഞ എൻ്റെ 53 കേസുകളിൽ കേവലം 4 എണ്ണത്തിൽ മാത്രമേ എൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. 49ലും പോലീസിനാണ് ഖ്യാതി ഉണ്ടായത്. നിങ്ങൾക്ക് ഈ കാര്യം അറിഞ്ഞുകൂടാത്തതിനാൽ ഞാൻ കുറ്റം പറയുകയല്ല. നിങ്ങൾ ചെറുപ്പമാണ്, അനുഭവജ്ഞാനമില്ല. നിങ്ങളുടെ ജോലിയിൽ പേരെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുക. എനിക്കെതിരായിട്ടല്ല വേണ്ടത്. ചില സൂചനകൾ കിട്ടിയാൽ എനിക്ക് സന്തോഷമായിരിക്കും. ഡിറ്റക്റ്റീവിൻ്റെ സ്വരം മാറി. ഈ കേസിൽ നിന്ന് എനിക്കിതുവരെ സൽപ്പേരൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? വാച്ച്മാൻ ടാങ്കയെ പിന്തുടരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ പട്ടാളത്തിൽ നിന്ന് നല്ല പേരോടെയാണ് പിരിഞ്ഞു പോന്നിട്ടുള്ളത്. മറ്റാരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അയാളുടെ ഭാര്യ ഒരു കൊള്ളരുതാത്തവളാണ്. അവൾക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്നാണ് എൻ്റെ ഊഹം. അവരെ പിന്തുടരുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിസ്സിസ് ടാങ്ക മദ്യപിക്കും. കുടിച്ച് മത്ത് പിടിച്ചിരുന്നപ്പോഴും അവളിൽ നിന്ന് ഒരു വിവരവും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് കടക്കാരുണ്ടെന്ന് കേട്ടു. കടം വീട്ടിക്കഴിഞ്ഞു. പണം എവിടെ നിന്ന് കിട്ടി? അതിൽ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് കിട്ടാനുണ്ടായിരുന്ന പെൻഷൻ കിട്ടി. വേറെ കൂടുതൽ പണമുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. കാപ്പിക്ക് വേണ്ടി മിസ്റ്റർ ഫെലിപ്സ് മണിയടിച്ചപ്പോൾ അവൾ എന്തിനു പോയി എന്ന് ചോദിച്ചോ? ഭർത്താവ് വളരെ ക്ഷീണിച്ചിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. അത് ശരിയായിരിക്കും. അല്പം കഴിഞ്ഞ് അയാൾ കിടന്നുറങ്ങുന്നത് കണ്ടല്ലോ. ആ സ്ത്രീയുടെ സ്വഭാവം ഒഴിച്ച് മറ്റൊന്നും പറയാനില്ല. അന്ന് രാത്രി വീട്ടിലേക്ക് ധൃതിപ്പെട്ട് പോയത് എന്തിനാണെന്ന് ചോദിച്ചോ? പോലീസ് കോൺസ്റ്റബിൾ അത് കണ്ടതാണല്ലോ. പതിവിലും താമസിച്ചതുകൊണ്ട് വീട്ടിലെത്താനുള്ള ധൃതിയായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. 20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ മിസ്റ്റർ ഫെൽപ്സിനോടൊപ്പം പുറപ്പെട്ടിട്ടും അവളേക്കാൾ മുമ്പേ വീട്ടിലെത്തിയ കാര്യം പറഞ്ഞോ? ബസ്സിൻ്റെയും കുതിരവണ്ടിയുടെയും വേഗതയിലുള്ള വ്യത്യാസമാണെന്നാണ് അവൾ പറയുന്നത്. വീട്ടിലെത്തിയ ഉടനെ പിന്നിലെ അടുക്കളയിലേക്ക് ഓടിയതിന് എന്ത് സമാധാനം പറഞ്ഞു അവൾ? കടക്കാർക്ക് കൊടുക്കാനുള്ള പണം അവിടെയാണ് വെച്ചിരുന്നതത്രേ എന്നാണ് പറയുന്നത്. എല്ലാ ചോദ്യത്തിനും അവർക്ക് ഉത്തരമുണ്ട്. ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ അവിടെ ചുറ്റി നടന്നിരുന്ന ആരെങ്കിലും കാണുകയുണ്ടായോ എന്ന് അന്വേഷിച്ചോ? കോൺസ്റ്റബിളിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. കൊള്ളാം, നിങ്ങൾ അവരെ ശരിക്കും ചോദ്യം ചെയ്തിരിക്കുന്നു. വേറെ എന്തെല്ലാം? ഗൊറോട്ട് എന്ന ഗുമസ്തനെ ഈ കഴിഞ്ഞ 9 ആഴ്ചയായി പിന്തുടർന്നു പോരുന്നു. അയാൾക്കെതിരെയും തെളിവൊന്നുമില്ല. വേറെ എന്തെങ്കിലും? ഇല്ല, സംശയാസ്പദമായി ഒന്നുമില്ല. അന്വേഷണം ഗതിമുട്ടി നിൽക്കുന്നു. മണിയടിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സിദ്ധാന്തം തോന്നുന്നുണ്ടോ? അക്കാര്യത്തിൽ ഞാൻ പരാജയം സമ്മതിക്കുന്നു. ആരായാലും വല്ലാത്ത തൻ്റെടം വേണം ഇങ്ങനെയൊരു ആപൽ സൂചന നൽകാൻ. അതെ, അത് വിചിത്രമായ ഒരു പ്രവൃത്തി തന്നെ. ഇത്രയും പറഞ്ഞതിന് നന്ദി. മോഷ്ടാവിനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. പോകാം വാട്സൺ. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ ഹോംസിനോട് ചോദിച്ചു. ക്യാബിനറ്റ് മന്ത്രിയും ഭാവി പ്രധാനമന്ത്രിയുമായ ഹോൾഡേഴ്സ് പ്രഭുവുമായി ഒരു അഭിമുഖ സംഭാഷണത്തിന്. ഭാഗ്യവശാൽ പ്രഭു ഡൗണിംഗ് സ്ട്രീറ്റിലെ തൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഹോംസ് വിസിറ്റിംഗ് കാർഡ് കൊടുത്തയച്ചു. ഉടൻ ഞങ്ങൾ മുകളിലേക്ക് ആനയിക്കപ്പെട്ടു. ആ രാജ്യതന്ത്രജ്ഞൻ തൻ്റെ വിഖ്യാതമായ ഔപചാരികതയോടെ വിനയത്തോടെ ഞങ്ങളെ സ്വീകരിച്ച് നെരിപ്പോടിൻ്റെ ഇരുവശങ്ങളിലുമായി ഇട്ടിരുന്ന വലിയ സെറ്റുകളിലിരുത്തി. മധ്യത്തിൽ പരവതാനിയിൽ നിവർന്നു നിന്ന അദ്ദേഹത്തിൻ്റെ മെല്ലിച്ച ഉയരമുള്ള രൂപവും തീക്ഷ്ണമായ നോട്ടവും ചിന്തോദ്യോഗമായ മുഖവും അകാലനരയുടെ ആക്രമണത്തിന് വിധേയമായ ചുരുണ്ട മുടിയും ഇതാ ഒരു അസാധാരണ വ്യക്തി, പ്രഭുകുലജാതൻ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. മിസ്റ്റർ ഹോംസ്, താങ്കളുടെ പേര് എനിക്ക് സുപരിചിതമാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്കളുടെ സന്ദർശനോദ്ദേശം അറിഞ്ഞുകൂടെന്ന് നടിക്കുന്നതും ശരിയല്ല. ഈ ഓഫീസിൽ താങ്കളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക ഒരൊറ്റ സംഭവമേ ഉണ്ടായിട്ടുള്ളൂ. ആരുടെ താല്പര്യമനുസരിച്ചാണ് താങ്കൾ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ? മിസ്റ്റർ ഫെൽപ്സിൻ്റെ. ഹാ, ഭാഗ്യദോഷിയായ എൻ്റെ അനന്തരവൻ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇക്കാര്യത്തിൽ അയാൾക്ക് താങ്ങായിരിക്കാൻ എന്നെ അനുവദിക്കുന്നില്ലെന്ന് താങ്കൾക്കറിയാമല്ലോ. ഈ സംഭവം അയാളുടെ ഭാവിയെ വളരെ പ്രതികൂലമായി ബാധിക്കും. പക്ഷേ ആ രേഖ തിരിച്ചു കിട്ടിയാൽ എന്നാൽ കാര്യം വേറെ. ഞാൻ 1-2 ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
എന്നെക്കൊണ്ട് കഴിയുന്ന ഏത് വിവരവും നൽകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞു. ഈ മുറിക്കകത്ത് വെച്ചാണോ രേഖയുടെ പകർപ്പെടുക്കുന്നതിനെപ്പറ്റി താങ്കൾ നിർദ്ദേശം നൽകിയത്? അതെ. എന്നാൽ മറ്റാരും അത് കേട്ടിരിക്കാനിടയില്ലേ? ആ ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. ഉടമ്പടിയുടെ പകർപ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം അങ്ങ് മറ്റാരോടെങ്കിലും എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തീർച്ചയാണോ? തീർച്ചയാണ്. താങ്കൾ ആരോടും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ ഫെൽപ്സ് ആരോടും പറഞ്ഞിട്ടില്ല. ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ മുറിക്കകത്ത് കള്ളൻ പ്രവേശിച്ചത് ഔപചാരികമായിട്ടായിരിക്കാം. അതവിടെ കണ്ടതുകൊണ്ട് എടുത്തുകൊണ്ടുപോയി എന്ന് വിചാരിക്കാം. ആ രാജ്യതന്ത്രജ്ഞൻ ചിരിച്ചു. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഹോംസ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. ഞാൻ അങ്ങയോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമുണ്ട്. ഈ ഉടമ്പടിയുടെ വിശദ വിവരം പുറത്തായാൽ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങ് ഭയപ്പെട്ടിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹം പറഞ്ഞു. വളരെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞോ? ഇതുവരെ ഇല്ല. ആ ഉടമ്പടി ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ എംബസികളിൽ എത്തിച്ചേർന്നുവെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതവിടെ എത്തിയെന്ന് അറിയാൻ സാധിക്കുമോ? ഞാൻ അറിയും, മുഖം വക്രിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. സംഭവത്തിനു ശേഷം 10 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ ഒന്നും കേട്ടില്ല. അതിൽ നിന്നും ഇത് അവരുടെ കയ്യിലെത്തിയിട്ടില്ല എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റുണ്ടോ? മിസ്റ്റർ ഹോംസ്, ഉടമ്പടി മോഷ്ടിച്ചു കൊണ്ടുപോയത് കള്ളന്മാർക്ക് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാനല്ലല്ലോ. ഒരുപക്ഷെ അവർ തക്കതായ സന്ദർഭം കാത്തിരിക്കുകയാവാം. കുറച്ചു നാൾ കൂടി കാത്തിരുന്നാൽ ഇതിന് വിലയില്ലാതാകും. ഏതാനും മാസം കൂടി കഴിയുമ്പോൾ ഉടമ്പടിയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഹോംസ് പറഞ്ഞു. ഒരു പക്ഷേ മോഷ്ടാവിന് പെട്ടെന്ന് എന്തെങ്കിലും രോഗബാധയോ മറ്റോ, ഉദാഹരണമായി മസ്തിഷ്ക ജ്വരം. പ്രഭു ഹോംസിന്റെ നേർക്ക് തുളച്ചു കയറുന്ന ഒരു നോട്ടം അയച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഹോംസ് കൂസലില്ലാതെ പറഞ്ഞു. ഹോൾഡേഴ്സ് പ്രഭു, അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾ കുറേയേറെ അപഹരിച്ചു കളഞ്ഞു. ഇനി യാത്ര പറയട്ടെ. കള്ളൻ ആരായിരുന്നാലും താങ്കളുടെ അന്വേഷണത്തിന് വിജയം ആശംസിക്കുന്നു. അദ്ദേഹം ശിരസ് നമിച്ച് ഞങ്ങളെ യാത്രയാക്കി. വളരെ നല്ല മനുഷ്യൻ, പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തൻ്റെ സ്ഥാനം നിലനിർത്താൻ വളരെ പാടുപെടുന്നുണ്ട്. വലിയ ധനികനല്ല, ചെലവ് കൂടുതലാണ് താനും. അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ തേഞ്ഞുപോയ അടിഭാഗം പുതുക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? വാട്സൺ, ഇനി നിങ്ങളുടെ മുറപ്രകാരമുള്ള ജോലി നടക്കട്ടെ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ കൊടുത്ത പരസ്യത്തിന് മറുപടിയുണ്ടോ എന്ന് മാത്രം അറിയണം. ഇന്ന് നാം പോയ അതേ തീവണ്ടിയിൽ നാളെ വോക്കിങ്ങിലേക്ക് പോകണം. നിങ്ങൾ കൂടി വരുമെങ്കിൽ വളരെ ഉപകാരമായി. അതനുസരിച്ച് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വോക്കിങ്ങിലേക്ക് യാത്ര ചെയ്തു. പരസ്യത്തിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഹോംസ് എന്നോട് പറഞ്ഞു. കേസിൻ്റെ കാര്യത്തിൽ പുതിയ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. ചിലപ്പോൾ ഹോംസിൻ്റെ മുഖം ഒരു റെഡ് ഇന്ത്യക്കാരൻ്റേതുപോലെ വികാരരഹിതമായിരിക്കും. എത്ര ശ്രമിച്ചാലും കേസിൻ്റെ ഗതിയിൽ താൻ സംതൃപ്തനാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടുക എളുപ്പമല്ല. അളവുകളിലൂടെ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന ബെർട്ടില്ലൻ രീതിയെക്കുറിച്ചായിരുന്നു അദ്ദേഹം അപ്പോൾ സംസാരിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ആ വിദ്യ കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരനോട് അദ്ദേഹത്തിന് അളവറ്റ ആദരവുണ്ടായിരുന്നു. ഞങ്ങളുടെ കക്ഷി അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖിയുടെ മേൽനോട്ടത്തിലായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടു. പക്ഷേ ഇപ്പോൾ അല്പം കൂടി മെച്ചപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ കണ്ട് രോഗി പ്രയാസം കൂടാതെ എണീറ്റ് സ്വാഗതമോദി. എന്ത് വർത്തമാനമുണ്ട്? അയാൾ ആകാംക്ഷയോടെ തിരക്കി. ഞാൻ പറഞ്ഞിരുന്നത് പോലെ എൻ്റെ റിപ്പോർട്ട് നിഷേധാർത്ഥത്തിലാണ്. ഫോർബ്സിനെ കണ്ടു, നിങ്ങളുടെ അമ്മാവനെയും കണ്ടു. വേറെ 1-2 വഴിക്കും അന്വേഷണം തുടരുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. തീർച്ചയായുമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, മിസ് ഹാരിസൺ പറഞ്ഞു. നാം ധൈര്യം വെടിയാതെ ക്ഷമയോടെ ഇരുന്നാൽ സത്യം വെളിപ്പെടുക തന്നെ ചെയ്യും, അവർ വീണ്ടും പറഞ്ഞു. താങ്കൾക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനുണ്ട്, ഫെലിപ്സ് കട്ടിലിൽ ഇരുന്നിട്ട് പറഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചു. ഇന്നലെ രാത്രി ഞങ്ങളൊരു സാഹസം കാണിച്ചു. അതല്പം ഗുരുതരാവസ്ഥയിൽ എത്തുമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവഭാവം പൂണ്ടു. കണ്ണുകളിൽ ഭീതി നിഴലിച്ചു.
ഞാൻ ഏതോ ഭയങ്കര ഗൂഢാലോചനയുടെ അജ്ഞാതമായ കേന്ദ്രബിന്ദുവാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്ന വിവരം താങ്കൾക്കറിയാമോ? എൻ്റെ സൽപ്പേര് മാത്രമല്ല, ജീവൻ പോലും ലക്ഷ്യമാക്കിയാണ് ഈ ഗൂഢാലോചനയെന്നും തോന്നുന്നു. ഓഹോ, ഹോംസ് പറഞ്ഞു. അത് അവിശ്വസനീയമായി തോന്നുന്നു. കാരണം ഈ ലോകത്തിൽ ഞാൻ അറിയേ എനിക്കൊരു ശത്രുവുമില്ല. എങ്കിലും കഴിഞ്ഞ രാത്രിയിലെ അനുഭവത്തിൽ നിന്ന് മറ്റൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നുമില്ല. ദയവായി ആ സംഭവത്തെക്കുറിച്ച് പറയൂ, ഹോംസ് പറഞ്ഞു. ആദ്യമായി ഇന്നലെ രാത്രിയിൽ നേഴ്സ് മുറിയിലില്ലാതെ ആണ് ഞാൻ ഉറങ്ങിയത്. എനിക്ക് നല്ല സുഖം തോന്നിയതുകൊണ്ട് ഞാൻ നേഴ്സിനെ പറഞ്ഞയച്ചു. മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. വെളുപ്പിന് 2 മണിയോടടുപ്പിച്ച് ഞാനൊന്ന് മയങ്ങി. പെട്ടെന്ന് ഒരു ചെറിയ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ഒരെലി പലക കരളുന്നത് പോലെ ഒരു ശബ്ദം.